السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم تسليما. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബിയ ചാരിറ്റി ഗ്രൂപ്പ് വളരെ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന നോർത്ത് കർണാടകയും ഊട്ടി തുടങ്ങിയ പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല സേവനങ്ങൾ ചെയ്യുന്ന ഈ ഹബീബിയ ഗ്രൂപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും കുറ്റമറ്റതായ രൂപത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടി നാം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഈ സമയം അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ വലിയ വലിയ റഹ്മത്തുകളും ബറക്കത്തുകളും മറ്റുള്ള എല്ലാ നിഅമത്തുകളും വളരെ കൂടുതലായി വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ റമദാൻ മാസം, ആ റമദാനിനെ വരവേൽക്കേണ്ടത് ഏത് രൂപത്തിലാണ് എന്നുള്ള ഒരു വിഷയമാണ് നമുക്കുള്ളത്. നല്ലത് കേൾക്കാനും അത് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഉൾക്കൊള്ളാനും അത് മുഖേന ഇരുവീട്ടിലും വിജയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ മഹത്വങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം 12 മാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിൽ പേരെടുത്ത് ബഹുമാനിച്ച് ആദരിച്ച മാസം റമദാൻ മാസം മാത്രമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചു റമദാൻ മാസത്തിൻ്റെ ബഹുമാനം. അത് വിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് വലിയ ബറക്കത്ത് നേടിയ ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ മാസം അത് റമദാൻ മാസം മാത്രമാണ്. മറ്റുള്ള മാസങ്ങളുടെ പേര് സ്വരീഹായി വ്യക്തമായി ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് അതിൻ്റെ വലിയ മഹത്വം മനസ്സിലാക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അതാക്കും റമദാനു ഷഹ്റു ബറക്കത്തിൻ യഗ്ശാകുമുല്ലാഹു ഫീഹി ഫയുൻസിലുർ റഹ്മത വയഹുത്തുൽ ഖതായ വയസ്തജീബു ഫീഹി ദുആ യൻളുറുല്ലാഹു ഇലാ തനാഫുസിക്കും ഫീഹി വയുബാഹി ബിക്കും മലായികതഹു ഫഅറുല്ലാഹ മിൻ അൻഫുസിക്കും ഖൈറാ. അതാക്കും റമദാനു, നിങ്ങൾക്ക് റമദാൻ മാസം ആഗതമായിരിക്കുന്നു. ഷഹ്റു ബറക്ക, വലിയ ബറക്കത്തിൻ്റെ മാസം. ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങളെ പൊതിയുന്നു. ഫയുൻസിലുർ റഹ്മത വയഹുത്തുൽ ഖതായ, പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയും റഹ്മത്തുകളെ ഇറക്കുകയും ചെയ്യുന്ന മാസം. വയസ്തജീബു ഫീഹി ദുആ, അതിൽ ദുആക്ക് ഉത്തരം ചെയ്യുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, യൻളുറുല്ലാഹു ഇലാ തനാഫുസിക്കും ഫീഹി, അള്ളാഹു വീക്ഷിക്കുന്നത് നിങ്ങളുടെ മത്സര്യത്തിലേക്കാണ്. നിങ്ങളുടെ മത്സരം, നന്മയുടെ വിഷയത്തിലുള്ള മത്സരം. ഞാൻ കൂടുതൽ ഖൈറ് ചെയ്യും, ഞാൻ കൂടുതൽ ഖുർആൻ ഓതും, ഞാൻ കൂടുതൽ സദക്ക ചെയ്യും, ഞാൻ കൂടുതൽ ദിക്ർ ചൊല്ലും, ഞാൻ കൂടുതൽ മറ്റുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ തുടങ്ങി നമ്മുടെ ഖൈറിൻ്റെ വിഷയത്തിലുണ്ടാകുന്ന നമ്മുടെ മത്സര ബുദ്ധിയിലേക്കാണ് അള്ളാഹു വീക്ഷിക്കുന്നത്. വയുബാഹി ബിക്കും മലായികത്തഹു, നബി തങ്ങൾ പഠിപ്പിക്കുന്നു,
അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരായ മലക്കുകളോട് അഭിമാനം നടിക്കുന്നു. അതുകൊണ്ട് ഫഅറുല്ലാഹ മിൻ അൻഫുസിക്കും ഖൈറാ, നിങ്ങൾ ഈ മാസത്തിൽ പ്രത്യേകമായി നിങ്ങൾ ചെയ്യേണ്ടത് ഫഅറുല്ലാഹ മിൻ അൻഫുസിക്കും ഖൈറാ, നിങ്ങൾ അള്ളാഹുവിന് ഖൈറിനെ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് ഖൈറ് മാത്രമേ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ശരീരങ്ങൾ, നിങ്ങളുടെ നാവ്, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും അത് ശരീഅത്ത് കൽപ്പിച്ചത് മാത്രം ചെയ്യുന്നൊരവസ്ഥ പ്രത്യേകിച്ച് കൊണ്ട് ഈ മാസത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധമായ റമദാൻ മാസത്തിന് പൗരുഷയുണ്ട്, ബഹുമാനമുണ്ട് എന്നതുകൊണ്ട് നമുക്ക് ആ ബഹുമാനം ലഭിക്കണമെങ്കിൽ, അതിൻ്റെ സവാബ് ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ആ റമദാനുമായി പൊരുത്തപ്പെടണം. ഒരു ബന്ധമുണ്ടാകണം. ഒരു നല്ല മൊബൈൽ ഫോണ് നമ്മുടെ കൈവശം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ മൊബൈൽ കൊണ്ട് ഉപകാരം ലഭിച്ചുകൊള്ളുമെന്നില്ല. റേഞ്ചില്ലാത്ത സ്ഥലത്താണ് ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ അതിൽ റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെയുണ്ടാകുന്ന വിഷയം ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ആ മൊബൈൽ കൊണ്ട് ഉപകാരമില്ല. സംഭവം കാഴ്ചയിൽ, പ്രത്യക്ഷത്തിൽ നല്ല ഉപകരണമാണ്, നല്ല വിലപിടിപ്പുള്ള സാധനമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റേഞ്ച് ഉണ്ടെങ്കിലേ നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. റീചാർജ് ചെയ്താൽ മാത്രമേ ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ റമദാൻ മാസത്തിന് വലിയ ബഹുമാനവും ആദരവൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കണമെങ്കിൽ, ഉപകാരം ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം, മാനസിക ശുദ്ധി ഉണ്ടായിരിക്കണം, ലൈംഗിക ശുദ്ധി ഉണ്ടായിരിക്കണം, സാമ്പത്തിക ശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പം സാമ്പത്തികമായ നിലക്കുള്ള ശുദ്ധിയും, ലൈംഗികമായ നിലക്കുള്ള ശുദ്ധിയും, മാനസികമായ നിലക്കുള്ള ശുദ്ധിയും, ഈ നിലക്കുള്ള എല്ലാവിധ ശുദ്ധികളും അടങ്ങിയ വ്യക്തികൾക്കാണ് വിശിഷ്ടമായ പവിത്രമേറിയ ദിനരാവുകളുടെ എല്ലാവിധ മഹത്വങ്ങളും ഗുണങ്ങളും ലഭിക്കുകയുള്ളൂ. വിശിഷ്യ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ എല്ലാവിധ ബറക്കത്തുകളും ലഭിക്കുകയുള്ളൂ. ഒരു ഹദീസിൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസാണ്. പ്രസിദ്ധ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന സിയാമ ജുന്നത്തുൻ മാലം യഖ്രിഖ്ഹാ, തീർച്ചയായിട്ടും നോമ്പ് എന്നുള്ളത് ഒരു സുരക്ഷാ കവചമാണ്, ഒരു പരിചയാണ്. മാലം യഖ്രിഖ്ഹാ, ആ പരിചയെ കേടുവരുത്താതെ കാലത്തോളം. അപ്പോൾ ചോദിക്കപ്പെട്ടു, ബിമ യഹ്രിഖുഹാ, അതെങ്ങനെയാണ് ഈ നോമ്പാകുന്ന പരിചയെ കേടുവരുത്തുക, അതിനേക്ക് ഭംഗം വരുത്തുകൽ എങ്ങനെയാണ്? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബികദിബിൻ ഔ ഗീബത്തിൻ, കളവ് പറയൽ കൊണ്ടോ ഗീബത്ത് പറയൽ കൊണ്ടോ, അങ്ങനെ തുടങ്ങി ഇസ്ലാം വിരോധിച്ചതായ കാര്യങ്ങൾ പ്രവർത്തിക്കൽ കാരണമായി ആ പരിചക്ക് കേടുവരുന്നു. അപ്പോൾ ശത്രുവിൻ്റെ വെട്ടിൽ നിന്നും അവൻ്റെ കുത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ പൊതുവെ ഈ പരിചകൾ. ആ പരിച കേടായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഉപകാരമില്ല. ഇതുപോലെ നോമ്പ് എന്ന് പറയുന്ന ഈ ഇബാദത്ത് മുഖേന നരകത്തെ തൊട്ടുള്ളതായ സുരക്ഷാ വലയമാണ്, നരകത്തിൽ കടക്കാതിരിക്കാനുള്ള ഒരു സേഫ്റ്റിയാണ്, നല്ലൊരു പരിചയാണ്. പക്ഷേ ആ പരിചക്ക് കേടുവന്നു പോയാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നാം നോക്കുന്ന നോമ്പ്, ആ നോമ്പ് കുറ്റമറ്റതായ രൂപത്തിൽ ആകുന്നുണ്ടോ എന്നൊരു വിചിന്തനം ഈ റമദാൻ മാസം പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ഒന്ന് ആത്മീയമായ വിചിന്തനം നടത്തി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ആ റമദാൻ സ്വീകരിക്കേണ്ട പാകത്തിലായി നാം നന്നായി ശ്രമിച്ച് അതിനെ പാകപ്പെടുത്തി എടുക്കുക എന്നതാണ് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ മുന്നൊരുക്കമായി നമുക്ക് പറയാനുള്ളത്. വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ബഹുമാനവും സ്ഥാനവും കൂടുതൽ പറയേണ്ടതില്ല. ചില മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, 60ഓളം നാമങ്ങൾ വിശുദ്ധമായ റമദാനിനുണ്ട്. ഷഹറുൽ ബറക്ക, ഷഹറുർ റഹ്മ,
ഷഹറുൻ നിഅമ തുടങ്ങി 60 നാമങ്ങൾ റമദാൻ മാസത്തിനുണ്ട് എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. ഹാഷിയത്തുൽ ജമൽ എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം. ഒരു സാധനത്തിൻ്റെ പേര് വർദ്ധിക്കുക എന്നുള്ളത് ആ സാധനത്തിൻ്റെ മഹത്വത്തെ അറിയിക്കും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അറിയപ്പെട്ട 99 നാമങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിന് 5000-ഓളം നാമങ്ങൾ മൊത്തത്തിൽ ഉണ്ട് എന്നാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പഠിപ്പിച്ചത്. അതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1000-ഓളം നാമങ്ങൾ ഉണ്ട് എന്നാണ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ പറഞ്ഞത്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹക്ക് 40ഓളം പേരുണ്ട് എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ പേര് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ മഹത്വവും സ്ഥാനവും അറിയിക്കും. ഇതുപോലെ വിശുദ്ധമായ റമദാൻ മാസത്തിനക്ക് 60ഓളം നാമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വം അതിലൂടെ അറിയിക്കുന്നുണ്ട്. ഈ റമദാൻ മാസം ആഗതമാകുന്നതിന് മുമ്പ് നാം നന്നായി അസ്മ ചെയ്യുക, തീരുമാനമെടുക്കുക. പടച്ചവനെ, ഈ റമദാൻ മാസം ആരംഭിച്ച് കഴിയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ നാവ് കൊണ്ട് ഒരു കളവ് ഞാൻ ഒരിക്കലും പറയില്ല. അത് തമാശക്കായാലും അല്ലാത്ത രൂപത്തിലായാലും ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ നാവ് കൊണ്ട് ഒരൊറ്റൊരു മുസ്ലിമിനെയും, അതാണാകട്ടെ പെണ്ണാകട്ടെ, ഒരാളെയും ഞാൻ ഒരു ഗീബത്ത് പറയില്ല അല്ലാ. ഇങ്ങനെ തുടങ്ങി നമ്മുടെ നാവിനെയും മനസ്സിനെയും നാം ഒരു കാരണവശാലും പടച്ചവൻ പൊരുത്തപ്പെടാത്ത രൂപത്തിൽ അതിനെ വിനിയോഗിക്കുകയില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു നല്ലൊരു ദൃഢനിശ്ചയം നാം എല്ലാവരും ഇപ്പം തന്നെ അത് മനസ്സുകൊണ്ട് കരുതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരൊറ്റ തറാവീഹും ഞാൻ നഷ്ടപ്പെടുത്തില്ല. തറാവീഹ് നിസ്കാരം ഒരൊറ്റ നിസ്കാരവും നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ഒരു അസ്മ് നമുക്കുണ്ടാവുക. അതുപോലെ ഒരു ജമാഅത്തും അതിൻ്റെ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോകാതെ രൂപത്തിൽ അവ്വൽ വക്തത്തിൽ തന്നെ എല്ലാ നിസ്കാരവും അതിൻ്റെ അവ്വൽ വക്തത്തിൽ തന്നെ ഞാൻ നിർവഹിക്കും എന്നുള്ള രൂപത്തിൽ ഒരു മനക്കരുത്ത് നമുക്കുണ്ടാവുക. ഇതേപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ ഞാൻ പാവപ്പെട്ടവരെ നോമ്പ് തുറപ്പിക്കും. അതുപോലെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സദഖകൾ ഞാൻ നിർവഹിക്കും. അതേപോലെ ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും ഖത്മ് ഞാൻ തീർക്കും. ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും ഖത്മ് തീർക്കും. ഇങ്ങനെ തുടങ്ങി നല്ല നിയ്യത്തുകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ അത് അസ്മ് ചെയ്ത് നല്ല ദൃഢനിശ്ചയത്തോടുകൂടെ നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിനേക്കുള്ള വലിയ തൗഫീഖ് നൽകുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആന്റെ പാരായണം, ഈ റമദാൻ മാസത്തിൽ ഇറക്കപ്പെട്ട ഖുർആൻ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ 99 പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ അള്ളാഹുവിനെ മഹാന്മാർക്ക് കാണാൻ കഴിയും. നഗ്നനേത്രം കൊണ്ട് ഈ ദുനിയാവിൽ വെച്ചിട്ട് കാണാൻ കഴിയില്ല. ആ ഒരു ഭാഗ്യം നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് ലഭിച്ചത്. ബാക്കിയുള്ളവർക്കൊന്നും ആ ഭാഗ്യം ലഭിക്കില്ല. അത് ആഖിറത്തിൽ കാണും. അതേസമയം സ്വപ്നത്തിൽ പല മഹാന്മാരും കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ മദ്ഹബിന്റെ ഇമാമായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, 99 പ്രാവശ്യം ഞാൻ അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. പക്ഷേ ഒരു കാര്യപ്പെട്ടൊരു വിഷയം ചോദിക്കാൻ വിട്ടുപോയി. ഒരു പ്രാവശ്യം കൂടി അള്ളാഹുവിനെ ഞാൻ കാണുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ ചോദിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 100ാമത് തവണ കാണാനുള്ള തൗഫീഖും കൂടി കൊടുത്തു. അങ്ങനെ 100ാമത് പ്രാവശ്യം അള്ളാഹുവിനെ മനാമിൽ കണ്ടപ്പോൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പടച്ചവനെ, കൈഫ യതഖറബു ഇലൈക്കൽ മുതഖറിബൂൻ, നിന്നിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഏത് കർമ്മം മുഖേനയാണ് അള്ളാഹ് അടുക്കുക? നിന്റെ സാമീപ്യം, നിന്റെ പൊരുത്തം കാക്ഷിക്കുന്ന ആളുകൾ ഏത് കർമ്മം മുഖേനയാണ് അടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞ മറുപടി,
ബി കലാമി അഹ്മദു. അതെൻ്റെ കലാം മുഖേനയാണ്. വിശുദ്ധമായ ഖുർആൻ ഓതി അത് അർത്ഥം അറിഞ്ഞിട്ടാണെങ്കിലും അല്ലാത്ത രൂപത്തിലാണെങ്കിലും വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന നിലക്ക് നാം അത് ഓതിയാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അഫ്ളലു ഇബാദത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ വളരെയധികം ശ്രേഷ്ഠമുള്ള ഒരു വിഷയമാണ് തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് സുബഹിക്ക് ശേഷമാണ് പകൽ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ സമയം സുബഹിക്ക് ശേഷം ഓതലാണ്. രാത്രി സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആൻ ഓതാൻ അത്താഴ സമയങ്ങളിലാണ്. രാത്രി പകുതി കഴിഞ്ഞാലുള്ള സമയം, സുബഹി വരെയുള്ള ടൈം, ആ ടൈമിൻ്റെ ഇടയിലുള്ള സമയം അത്താഴ ടൈമുകൾ. ആ അത്താഴ ടൈമുകളിൽ ആണ് വിശുദ്ധമായ ഖുർആൻ ഓതാൻ പറ്റിയ മറ്റൊരു സമയം, നല്ല സമയം. അങ്ങനെ ആ സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലോ നമുക്ക് സൗകര്യം പോലെ ഖുർആൻ ഓതുക, അതിൽ അക്ഷരങ്ങൾ, മഖ്റജുകൾ അതൊക്കെ നന്നായി ശ്രദ്ധിച്ച്, മഖ്റജുകൾ മാറിപ്പോകാതെ, അക്ഷരങ്ങൾ മാറിപ്പോകാതെ, തജ്വീദ് നിയമങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് തന്നെ നാം ഖുർആൻ ഓതുക. ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കുക. 4 കാര്യങ്ങൾ പ്രത്യേകമായി ഈ മാസത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇസ്തിഗ്ഫാറാണ്, മറ്റൊന്ന് ഷഹാദത്താണ്, അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒന്ന് അല്ലാഹു മാത്രമാണ് ഇലാഹായിട്ടുള്ളത്, ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുക, അതേപോലെ സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവൽ തേടുക. ഈ 4 കാര്യങ്ങൾ കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട മാസവും കൂടിയാണ് റമദാൻ മാസം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നിലക്ക് നാം ഈ റമദാൻ മാസത്തെ സ്വീകരിച്ച് വളരെയധികം അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അതിനെ യാത്രാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തെറ്റുകൾ, കുറ്റങ്ങൾ ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളയും റസൂലും പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള എല്ലാ മഹാഭാഗ്യവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഈ ഹബീബിയ ചാരിറ്റി ഗ്രൂപ്പ് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഗ്രൂപ്പായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. റമദാൻ കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.